ഹലോ ദോസ്തോ, നമ്മളങ്ങനെ മൂന്നാഴ്ച ശേഷം വീഡിയോ ഇടുന്നു. ഇത്ര നാൾ വീഡിയോ ഇടാൻ പറഞ്ഞല്ല, എനിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്റേൺഷിപ്പ് ആയിരുന്നു. അങ്ങനെ ബാങ്കിലാണ് ഇത്തവണ ഞാൻ ഇന്റേൺഷിപ്പിന് പോയത്. കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് ബാക്കിയുള്ളവർക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഇപ്പോൾ ഉടനെ തന്നെ എക്സാം എഴുതുന്നുണ്ട്. എക്സാമിന് പഠിക്കാനും സമയമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ മോഡൽ എക്സാം ഇന്ത്യയിൽ നിന്നും വെച്ചിട്ടുണ്ട്. ഏകദേശം 5 ദിവസം കൊണ്ടാണ് ഇതിന്റെ ഗ്യാപ്പ് കിട്ടുന്നത് എക്സാമിന് പഠിക്കാൻ വേണ്ടി. അപ്പം കുഴപ്പത്തിൽ കിടക്കുവാണ്. നോർമലി ഞാൻ വ്ളോഗ് വീഡിയോ ആണ് ഇടുന്നത്. സോ ഇന്നത്തെ വീഡിയോ അങ്ങനെ തന്നെ. ഇന്നത്തെ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റോറി ടെല്ലിംഗ് വീഡിയോ എന്നാണ് പറയാം. സ്റ്റോറി ടെല്ലിംഗ് അല്ല, ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ എന്തായാലും FI UGPക്കാരുടെ അവസ്ഥ പറഞ്ഞതിന് മുമ്പ് ഫസ്റ്റ് എൻ്റെ ഇന്റേൺഷിപ്പ് എങ്ങനെ വന്നോട്ടെ. എൻ്റെ വീട്ടിനകത്തൊരു സഹകരണമായിരുന്നു. അപ്പൊ അവിടെയാണ് ഞാൻ ഇന്റേൺഷിപ്പിന് പോയത്. സ്റ്റാഫൊക്കെ സൂപ്പർ ആയിരുന്നു. ചെന്ന ഫസ്റ്റ് ഡേ ഞങ്ങൾ എന്താ പറയാ, ബാങ്കിനെ കുറിച്ചാണ് പഠിച്ചത്. ബാങ്ക് നിലവിൽ വന്നതും അവിടുത്തെ സ്റ്റാഫിനെ കുറിച്ചും ഇത്ര അംഗങ്ങളുണ്ട്, ബോർഡ് മെമ്പേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. എന്നുവെച്ചാൽ പതിയെ പതിയെ അവിടുത്തെ അക്കൗണ്ട്സിനെ കുറിച്ചും ലോൺസിനെ കുറിച്ചും അവിടെ എന്തൊക്കെ സർവീസസ് കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ സർവീസസ് കൊടുക്കുന്നുണ്ട്, ബാങ്കിങ് വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഇതാക്കിയത്. ഞങ്ങളിങ്ങനെ കമ്പ്യൂട്ടറിലൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഞങ്ങൾക്ക് കോളേജുകാർ തന്നത് ഏകദേശം 15 ദിവസമായിരുന്നു. 15 ദിവസം പോയി ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ 15 ദിവസത്തിനിടയിൽ ഇലക്ഷൻ വന്നു. ഞാനല്ലാതെ വിഷുവിൻ്റെ അവധി, പിന്നെ സെക്കൻഡ് സാറ്റർഡേ, ഞായറാഴ്ച. ചുരുക്കി പറഞ്ഞാൽ 15 ദിവസം പറഞ്ഞു. ഞങ്ങൾ 15 ദിവസം പോയ ഒക്കത്തുകളെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ട്. എല്ലാവർക്കും കിട്ടിയത് 8 9 ദിവസം. എന്തായാലും ലോജിക്കണം. പോട്ടെ, അത് കുഴപ്പമില്ല. ഞങ്ങൾ FI UGPക്കാരല്ലേ, ഞങ്ങളാ സഹിക്കും. സഹിച്ചല്ലേ നോക്കും. ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് തയ്യാറാക്കണം. ഇന്റേൺഷിപ്പ് തീരുമ്പോഴത്തേക്കും അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിലില്ല. ഇനി അത് നടക്കാൻ പോലെ ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ എക്സാം വരുവാണ്. ഇതൊന്നും എഴുതി മെയിൻ എക്സാം. അതിന് മുമ്പ് ഇന്റേണൽ ഒന്നുകൂടെ നടക്കും ഞങ്ങളെ കൂടെ. ഈ എക്സാമിന്റെ ഇടയിലായിരിക്കും മിക്കവാറും ഇന്റേൺഷിപ്പിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയാം. അത് ഞങ്ങൾ പഠിക്കണം, എക്സാം എഴുതണം, റിപ്പോർട്ട് തയ്യാറാക്കണം, എല്ലാം വേണം. എല്ലാം ഒറ്റയടിക്ക് ഇതെല്ലാം നടക്കാൻ പോകും. ഇതെല്ലാം സഹിക്കാം. പോട്ടെ, ഇന്റേൺഷിപ്പ് പോയത് നല്ലോണം ചെയ്താൽ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പോയത് ഓക്കെ ആയിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ ഒരു ഇതാണ് പറയുന്നത്. ചില സ്ഥലത്ത് പോയി, അവിടെ പോയി 1 മണിക്കൂർ കഴിഞ്ഞ് മക്കളെ പോടാ, വീട്ടിൽ പോടാ. ഇന്റേൺഷിപ്പ് എന്തിനാ ചെയ്യിപ്പിക്കുന്നു? വർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അത് കിട്ടിയോ? അതില്ല. പോട്ടെ, വേറെ കുറെ സ്ഥലം നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അപ്പൊ ഒരു ഇന്റേൺഷിപ്പ് ഞങ്ങൾ അങ്ങോട്ട് പണിയാണ്, ഞങ്ങൾ അങ്ങോട്ട് പൈസ ഇറക്കും. പിന്നെ കൂടുതലും കണ്ടുവന്ന വേറെ സാധനമാണ്, ഇപ്പൊ നമ്മൾ പോയേണ്ട സ്ഥലത്ത് വാരി. ഇപ്പൊ ഫിനാൻസ് പഠിക്കുന്ന വ്യക്തി, ഇപ്പൊ ഞാൻ BCom ഫിനാൻസ് പഠിക്കുന്നു, അപ്പൊ എന്താ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് അത് പഠിക്കുന്നുണ്ട് നോക്കി. ഇപ്പൊ ടാക്സ് ആണെങ്കിൽ GST ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വരും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. പറയുന്നുണ്ടാവും, മക്കളെ നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലത്ത് വയ്ക്കും, സർട്ടിഫിക്കറ്റും കിട്ടിയാൽ. നമ്മൾ ഇന്റേൺഷിപ്പ് ആക്ച്വലി വർക്ക് എക്സ്പീരിയൻസ് കിട്ടാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതല്ലേ ഫോക്കസ് ചെയ്യാൻ നോക്കണം. ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി, എന്ത് കാലത്ത് കിട്ടിയാൽ മതി. ഇതാണ് വേണ്ട. അല്ലെ, അറിയാവുന്ന ചോദിക്കുക. നമുക്ക് എന്തായാലും ആ കാര്യം കൂടെ എന്തായാലും ഇന്റേൺഷിപ്പ് കഴിഞ്ഞല്ലോ. ഞാൻ അത് കയറി പിടിച്ച് നിൽക്കുന്നത് വേണ്ട. ഇനി വരാമെന്ന് മെയിൻ എക്സാം. ഫോർത്ത് സെമ്മിന്റെ മെയിൻ എക്സാം എപ്പോഴാണ് വരുന്നത്? 20-ാം തീയതി. ഞങ്ങൾക്ക് അടുത്ത വ്യാഴാഴ്ച ഇന്റേൺ എക്സാമാണ്. കാരണം നമ്മൾ പറയുന്നില്ല, ഇപ്പൊ ഇന്റേൺഷിപ്പിന് വേണ്ടി നമ്മൾ 15 മുതൽ 20 ദിവസം അങ്ങനെ നോക്കി. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ എന്തായാലും ഇന്റേൺഷിപ്പിലെ കാര്യങ്ങൾ, കാരണം നമ്മൾ ഡെയിലി നോട്ടൊക്കെ തയ്യാറാക്കാൻ ലാസ്റ്റ് നമ്മളൊരു റിപ്പോർട്ട് വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാക്കുന്ന കാരണം ഒബ്വിയസ്ലി പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല, നമ്മുടെ സിലബസ് പഠിക്കാൻ പറ്റില്ല. അത് കാരണം ആ ഒരു മൈൻഡ് നല്ലൊരു ഇതാണ്. എന്നാലും അത് കാരണം വെച്ച് എപ്പോഴാ 7-ാം തീയതി തൊട്ട് 14-ാം തീയതി വരെ അതാണ് ഞങ്ങളുടെ ഇന്ത്യൻ എക്സാം എന്ന് പറയുന്നത്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ തീരുന്ന എപ്പോഴാണ് ഇന്ത്യൻ എക്സാം? 14-ാം തീയതി. 20-ാം തീയതി മറ്റേ എക്സാം തുടങ്ങും. ഞങ്ങൾക്ക് കഷ്ടിച്ച് 4-5 ദിവസം മാത്രമേ കിട്ടത്തുള്ളൂ. എന്തുവാ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകും. 5 ദിവസം കണ്ട് എന്താ പഠിക്കാൻ അവർക്ക് പറയുന്നത്? അറിഞ്ഞാൽ കഴിക്കാൻ ആ സമയത്ത് അവധി കിട്ടുമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയത്. അവര് പറയുന്നത്, അവര് ചെയ്യുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. എന്നിട്ട് അവര് ശരിയല്ല. 5 ദിവസം ഞങ്ങൾക്ക് പ്രിപ്പറേഷൻ ടൈം കിട്ടും. 5 ദിവസം എന്ത് വയ്ക്കാൻ? അത് പിന്നെ പണ്ട് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇത്തിരി ഇത്തിരി വല്ലാണ്ട് ഇതിനെ ചെയ്യുന്നില്ല. ഇത് എന്തൊക്കെയാ പഠിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നത്.
ഞങ്ങൾ പഠിക്കുന്നവരെ സപ്പോർട്ട്, പഠിപ്പിക്കുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല ടീച്ചേഴ്സൊക്കെ. അപ്പൊ ഞാൻ സ്റ്റുഡൻസിന്റെ കാര്യം പറയട്ടെ. ചുരുക്കി പറഞ്ഞ പഠിപ്പിക്കുന്ന എന്താ പറയുക, പഠിക്കുന്ന എന്താ പറയുക, ഇന്റേൺഷിപ്പ്, അതായത് ഉപകാരമില്ലാത്ത ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പിന്റെ ഫോർമാറ്റ് എന്താന്ന് പോലും പറയാത്ത യൂണിവേഴ്സിറ്റി. അത് എന്റെ കോളേജ് ആരെയാണ് അറിയാറുണ്ടോ, ഞാൻ ആരെയും ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ചിലപ്പോൾ ഫോർമാറ്റ് ഇറക്കി കാണാം, ഇറക്കി കാണത്തില്ല, ഒന്നുമില്ല. ആരാ എന്താ എങ്ങനെയാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടാണ് ഞങ്ങൾ. ജീവിതമേ ഒരു തമാശയാണ്. ഇത് കോളേജ് ചിന്തിച്ചപ്പില്ലായിരുന്നു എനിക്ക് മനസ്സിലാത്ത എഫ് ഇപ്പം എന്തിനാണ് വെച്ചത്. ഞങ്ങൾ വല്ല എക്സ്പെരിമെന്റ് ടീംസ് ആണ്. അറിയാൻ തുടങ്ങാം. അവസ്ഥ നോക്കണം, 8ാം ക്ലാസ് തൊട്ടുള്ള അവസ്ഥ നോക്കണം. 8ാം ക്ലാസ്സിൽ കൊറോണ വന്നു. 8ാം ക്ലാസ് ഫൈനൽ എക്സാം എഴുതി കൊണ്ടുവരുന്ന സമയത്തുണ്ട് സ്കൂളാണ്. ആ സമയത്ത് കുറെ പേര് ഭയങ്കര ഹാപ്പി ആയിരുന്നു, എക്സാം ഒക്കെ എഴുതുന്നതായിട്ട്. 9ാം ക്ലാസ് സ്കൂളിൽ പോയിട്ടില്ല. 10 പകുതി കഴിഞ്ഞിട്ട് സ്കൂള് തുറക്കുന്നു. അതിനും കോമഡി എന്താ അറിയാം, 6 ദിവസം ഉണ്ടെങ്കിൽ അത് 3 ദിവസം മാത്രമേ കൊടുക്കുള്ളൂ. കാരണം ഏരിയ തിരിച്ചാണ്. ഈ സൈഡിൽ ഉള്ളവര് ഇതാ സ്കൂളെന്ന് ചോദിച്ചോ, ഈ സൈഡിൽ ഉള്ളവര് 3 ദിവസം കൊടുക്കും, ഈ സൈഡിൽ ഉള്ളവര് അടുത്ത 3 ദിവസം. അതായത് ഇപ്പൊ ഒന്നാമത് ഞങ്ങൾക്ക് പകുതിയെ പ്രിപ്പറേഷൻ കിട്ടും, അതിൻ്റെ കൂടി പകുതിയൊക്കെ ആക്കിയിട്ട് 10ാം ക്ലാസ് എക്സാം. കോട്ടെ കുഴപ്പമില്ല. +1 +2 കോളേജിൽ കയറിയപ്പോൾ അടുത്തത് FIUGP. എന്തുവാ ആരാ ഇപ്പം നോർമലി നേരത്തെ 3 കൊല്ലമായിരുന്നില്ല, അപ്പൊ അത് 4 കൊല്ലം. അപ്പൊ അവരെന്താ പറഞ്ഞു, 3 കൊല്ലം പഠിച്ചിട്ട് ഇന്ന ക്രെഡിറ്റ് ഉണ്ടായിരുന്നു നടക്കുന്നത് 4ാമത്തെ കൊല്ലം. ഓക്കെ, കുഴപ്പമില്ല, അതവിടെ ഇരിക്കട്ടോ. ഒരു വ്യക്തി 3 കൊല്ലം പഠിച്ച് അതിന് ശേഷം നിർത്തി. അതിനുശേഷം പിന്നെ 2 കൊല്ലം, അതായത് നേരത്തെ എങ്ങനെയായിരുന്നു 2 കൊല്ലത്തെ PhD അതുപോലെ പറ്റുമോ? ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ, ടീച്ചേഴ്സിനെ അറിഞ്ഞൂടാ, ആയിരിക്കും അറിഞ്ഞൂടാ. ആരെങ്കിലും പറയും, പറഞ്ഞ് തന്നാൽ കൊള്ളാം. ഇങ്ങനെ അടുത്തേക്ക് ചോദിക്കും, എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനോട് കളിക്കും, ഹലോ ഇന്നെനിക്ക് ഞങ്ങളിത് എന്തിനാണ്. ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ ആരത്തൊക്കെ ഞങ്ങൾക്ക് ആര് ചോദിക്കാൻ പറ്റും? ടീച്ചേഴ്സിന്റെ ചോദിക്കാൻ പറ്റും. ടീച്ചേഴ്സിനെ അറിയാവുന്നു ഇല്ല. എന്തൊരവസ്ഥയാണ്. അതേ തന്നെ ഞങ്ങളുടെ പഠിക്കുന്നതെന്ന് അറിഞ്ഞൂടാ, ഞങ്ങൾ എങ്ങോട്ടാ പഠിച്ചു പോകുന്നതെന്ന് പറഞ്ഞൂടാ. അയ്യോ, അപ്പൊ ഈ സെമ്മിലെ അവസ്ഥ പറയാം. നേരത്തെ പറയുന്നില്ല, ഈ 4th സെമ്മിലെ അവസ്ഥ വെച്ചാൽ ഒന്നാമത് കിട്ടേണ്ട തന്നെ പകുതി സമയം പഠിക്കാൻ വേണ്ടി കിട്ടിയുള്ളൂ. ഒരുപാട് ക്ലാസ്സസ് എന്ന് വെച്ചാൽ പോർഷൻസ് ഒക്കെ എടുത്ത്. പക്ഷെ നോർമലി ഇപ്പം 6 മാസം കിട്ടുന്നെങ്കിൽ നമുക്ക് ഈ സെമ്മിൽ 3 മാസമൊക്കെ കിട്ടിയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പ്രോപ്പറായിട്ട് ഒരു ഇത് കിട്ടിയിട്ടില്ല. അതിൻ്റെ വേണ്ടി ഇവിടെ ഇന്റേൺഷിപ്പ് വെച്ചു, അതിൻ്റെ വേണ്ടി ഇവിടെ ഇപ്പൊ എക്സാംസ് ഉണ്ട്. ഞങ്ങൾക്ക് പഠിക്കാനും സമയമില്ല, വെക്കേഷന് സമയമില്ല. ഞങ്ങൾ മെഷീൻസ്, ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വന്തം അവസ്ഥ ഓർത്ത് എനിക്ക് തന്നെ ചിന്തിക്കും. സോ പറഞ്ഞു വരുവാണെങ്കിൽ ബ്രേക്ക് ഇല്ല, പഠിക്കാനും സമയം തരുന്നില്ല. ഇന്റേൺഷിപ്പ് പഠിച്ചെങ്ങോട്ടാ പോകുന്നതെന്ന് 4 കൊല്ലം പഠിച്ചേ ഒക്കത്തോളം. ഈ 3 കൊല്ലം പഠിച്ച് പുറത്ത് കഴിഞ്ഞ് 2 കൊല്ലം PG ചെയ്യാമോ? ഇപ്പം 4 കൊല്ലം, ഇപ്പം 3 കൊല്ലം പഠിച്ച് നമുക്ക് വേറെ കോളേജിൽ പോകണമെന്നുണ്ട്. കോളേജിൽ പോകാൻ പറ്റൂ? വേറെ പോകണം, ഒന്നും അറിയത്തില്ല, ഒന്നും പറയത്തതുമില്ല. എന്തിനാ FUGP ഉണ്ടാക്കിയ? ഈ ചുമ്മാ എല്ലാ സമയത്ത് എന്തൊക്കെ ചെയ്യാന്നാണ്, ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ. നല്ലോണം പോകുന്ന കാര്യം അങ്ങനെ പോട്ടെ, എന്തിനായി എക്സ്പെരിമെന്റ്? ആയിരിക്കും വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഞങ്ങൾ കിടന്ന് പെടുക, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമല്ലോ. അപ്പൊ ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്ക് വല്ല നല്ലത് ഇതാ നിനക്ക് കിട്ടണ്ടേ? എന്തിനാ പഠിക്കുന്നതെന്ന് പറഞ്ഞുകൂടാ, എന്താ ചെയ്യാൻ പോകുന്നത് പേരിന്റെ ഒരു ബികോം ഡിഗ്രി ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുകയല്ല ഞാൻ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. എന്തരാവും ഇപ്പൊ കണ്ടറിയാം. ഇനിയെങ്കിലും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വല്ലതൊക്കെ പറഞ്ഞു പോകാൻ. 3 കൊല്ലം പഠിച്ചിട്ട് വേറെ നേരൊക്കെ പോവാമോ?
എനിക്കിപ്പോൾ 4 കൊല്ലം തന്നെ പഠിക്കണമെന്നുണ്ട്. ഒരു പ്രോപ്പർ ഇത് വേണ്ടേ. ഇപ്പം എല്ലാം അറിഞ്ഞെന്നുള്ള സോ ഇന്നത്തെ വീഡിയോ ഇത് വെക്കും. വ്ളോഗ്സ് എന്ന് ചാനലിൻ്റെ പേര് വെച്ചിട്ട് വ്ളോഗ്സ് അല്ലാത്ത വീഡിയോ ഉണ്ടെന്ന് എനിക്കറിയാം. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഓരോ കണ്ടന്റ് വരും. അതിലൊക്കെ ഇടണ്ടേ, വ്ളോഗ്സ് ഇടാൻ വല്ല പുറത്തോട്ട് കൊണ്ടേ തിരക്കാൻ തെറ്റുമ്പോൾ വ്ളോഗ് ഇടാക്കത്തില്ല. അടുത്ത വീഡിയോ കാണാം. ബൈ. ഒരു കാര്യം പറയാൻ പറ്റും, ലൈക്ക് സബ് കൂടി ചെയ്തേക്കണം. അങ്ങനെ 182 സബ്ബാണെങ്കിലുള്ളത് കുറച്ചൊക്കെ ഇതല്ലേ, കുറച്ചൊക്കെ ആൾക്കാർ ഇങ്ങനെ കാണാനുണ്ടെന്ന് അറിയുമ്പോഴല്ലേ നമുക്ക് എഫേർട്ട് ഇടാൻ മനസ്സിലായി. അതിനാണ് വേണ്ട ഒരു ലക്ഷം ഇത്രയൊക്കെ ഇതിലൊന്നും സംഭവം പറ്റും മക്കളാണ്.